നാം ഏവരും ആകാംക്ഷാപൂർവം കാത്തിരുന്ന മഹത്തായ ചടങ്ങിന് ഈ സദസ്സ് തയ്യാറെടുക്കുകയാണ്. പൈതൃക പെരുമയുടെ പട്ടുനൂലിൽ കോർത്ത പ്രാർത്ഥനകളാൽ മുഖരിതമായ കുറ്റിച്ചിറയുടെ പുണ്യമണ്ണിൽ ചരിത്രം അതിൻ്റെ പുതിയ അധ്യായം കുറിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നഖൂദ മിഷ്കാൽ പടുത്തുയർത്തിയ തച്ചുശാസ്ത്ര വിസ്മയം, മതമൈത്രിയുടെയും വിശ്വാസത്തിന്റെയും അടയാളമായ മിഷ്കാൽ പള്ളിക്ക് ഇതാ ഇനി പുതിയൊരു ആത്മീയ സാരഥി. ചാലിയത്തെ പണ്ഡിത ശ്രേഷ്ഠരായ കാളിമാരുടെ മഹത്തായ പാരമ്പര്യം നെഞ്ചേറ്റുന്ന കോഴിക്കോടിന്റെ ആത്മീയ ആചാര്യൻ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി മിഷ്കാൽ പള്ളിയുടെ 23ാമത് കാളിയായി ചുമതലയേൽക്കുകയാണ്. പരമ്പരാഗതമായ കാളി വസ്ത്രങ്ങളും പാണ്ഡിത്യത്തിന്റെയും ആത്മീയതയുടെയും പ്രതീകമായ വെളുത്ത തലപ്പാവും അണിഞ്ഞ് ജമലുല്ലൈലി തങ്ങൾ ഈ പുണ്യഗേഹത്തിന്റെ പടവുകൾ കയറുകയാണ്. കുറ്റിച്ചിറയുടെയും കോഴിക്കോടിന്റെയും ആത്മീയ നേതൃത്വത്തിലേക്കുള്ള ആ പ്രവേശനം ഒരു പുതിയ ചരിത്ര മുഹൂർത്തമായി മാറുന്നു. 19 വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോടിന്റെ സംയുക്ത മഹല്ല് കാളിയായി കാളിസ്ഥാനത്തേക്ക് തുടക്കം. അന്ന് ബൈഅത്ത് ചെയ്തത് ഒരേ സമയം 40 മഹല്ലുകൾ. തുടർന്ന് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, തൃശൂർ, കൊടക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 300-ലധികം മഹല്ലുകളുടെ കാളിയായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി അവർകളെ കാളി തലപ്പാവ് അണിയിക്കുന്ന ചടങ്ങാണ്. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് PO ഹാഷിം അവർകൾ തലപ്പാവ് അണിയിക്കുന്നു. ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഔദ്യോഗിക സ്ഥാനവസ്ത്രം അണിയിക്കൽ ചടങ്ങ് കൂടിയാണ്. സ്വാഗത സംഘം ചെയർമാൻ CBV സിദ്ദീഖ് ഔദ്യോഗിക സ്ഥാനവസ്ത്രവും തങ്ങളെ അണിയിക്കുന്നു. സാമൂതിരി എന്ന നാട്ടിലെ മിഷ്കാൽ പള്ളിയുടെ 23ാമത് കാളിയായി, കോഴിക്കോട്ടെ മുഖ്യ കാളിയായി ഇതാ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ കോഴിക്കോട് പൗരാവലിയുടെ നിറഞ്ഞ ആശംസകളുടെ നിറഞ്ഞ ഈ സദസ്സിൽ ഇതാ കോഴിക്കോടിന്റെ മുഖ്യ കാളിയായി അവരോധിതനായിരിക്കുന്നു.